പി.ആർ. ശിവശങ്കർ, ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ഉന്നയിച്ച ആരോപണങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഒന്ന്, അയോധ്യ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിൽ അടുത്തിടെ നടന്ന ചില വിവാദങ്ങളിൽ നിന്നും മറയ്ക്കാൻ വന്ദേമാതരം ചർച്ചയാക്കുന്നുവെന്ന വിമർശനം അദ്ദേഹം ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, വന്ദേമാതരം എന്തുകൊണ്ട് പൂർണ്ണമായി പാടുന്നില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ മറുപടി നൽകുന്നില്ല. ഒപ്പം ഹാഷിം അലി ഇവിടെ പറഞ്ഞൊരു കാര്യം, കേന്ദ്ര സർക്കാരിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ദിമാഗി നക്സലുകളാക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ്. ഗൗതം, ഞാൻ ഇവർ പറഞ്ഞ ഫാക്ച്വൽ മിസ്റ്റേക്ക് പറഞ്ഞു കഴിയുമ്പോൾ സമയം ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സമയം തരുവാണെങ്കിൽ ഞാൻ താങ്കൾ ചോദിച്ചതും ഇവർ പറഞ്ഞതിന് ഉത്തരം പറയാം. ഇവർ പറഞ്ഞതിൻ്റെ ഫാക്ച്വൽ മിസ്റ്റേക്കുകൾ, അല്ലെങ്കിൽ ഈ വാർത്താ ഡിബേറ്റ് കാണുന്ന ആളുകൾക്ക് അത്തരം തെറ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ പറയുന്നു. ഒന്ന്, ഈ കായംകുളം കൊച്ചുണ്ണി നക്സലുകായിട്ടൊന്നും ദയവായി എൻ്റെ ഈ LDFിൻ്റെ ഹാഷിം അരിയിൽ കമ്പയർ ചെയ്യരുത്. അതിൽ വളരെ തെറ്റുകളുണ്ട്, വലിയ തെറ്റുകളുണ്ട്. ഒന്ന്, കായംകുളം കൊച്ചുണ്ണി ഒരിക്കലും റേഷൻ കടയിലേക്കുള്ള പട്ടിണിപ്പാവങ്ങളെ തട്ടിപ്പറിച്ചല്ല അദ്ദേഹം കായംകുളം കൊച്ചുണ്ണി ഇതരെ വലിയ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തതും അരി കൊടുത്തതും മറ്റത് കൊടുത്തതും അദ്ദേഹം പണക്കാരെ ആക്രമിച്ചിട്ടാണ്. നോക്കൂ, എന്നെങ്കിലും നക്സലുകാർ ഒരു കഴുത്തിൽ 2 പോയിൻ്റ് മാലയുള്ള ഒരാളെ വെടിവെച്ച് കൊന്നിട്ടുണ്ടോ? വെടിവെച്ച് കൊന്ന 3550ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളെങ്കിലും IPSകാരുണ്ടോ? ഏതെങ്കിലും ഒരു DGP കൊന്നിട്ടുണ്ടോ? അപ്പോൾ സാധാരണ പാവപ്പെട്ട പോലീസുകാരെ, BSF ജവാന്മാരെ, CRPF ജവാന്മാരെ, ഈ വയനാട്ടിലും അട്ടപ്പാടിയിലൊക്കെ ഉള്ള പാവപ്പെട്ട കർഷകരെ അവൻ്റെ റേഷൻ കടയിൽ നിന്ന് മേടിച്ച് അരി തട്ടിക്കൊണ്ടുപോവുക, അവനെ ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കുക, അവനെ തല്ലിക്കൊല്ലുക. ഇത് തന്നെയാണ് മറ്റുള്ള നഗരങ്ങളിലും. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 182 ജില്ലകളിൽ 788 ജില്ലകളുള്ള ഇന്ത്യയിലെ 182 ജില്ലകളിൽ BJP അധികാരത്തിൽ വന്നപ്പോൾ നക്സൽ ബാധിത പ്രദേശങ്ങളോ നക്സൽ കൺട്രോൾഡ് ജില്ലകളോ ആയിരുന്നു. ഈ ജില്ലകളിലെല്ലാം നടത്തിയ ഈ BSF ജവാന്മാരെ കൊന്നത് 3550 എണ്ണം, അതിലേറെ സാധാരണ മനുഷ്യരെ കൊന്നിട്ടുണ്ട്. ഒരിക്കലും അദാനിക്കോ അംബാനിക്കോ ഒന്നും നക്സലുകാരുടെ ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല. അവർക്കൊന്നൊരു വെടി പോലും അങ്ങോട്ട് വെച്ചിട്ടില്ല. നോക്കൂ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പോലും കളക്ടറെ വെടിവെച്ച് കൊന്ന വാഞ്ചിനാഥൻ എന്നുള്ള മഹത്തായ വിപ്ലവകാരിയുള്ള നാടാണ് കേരളത്തിൽ. പക്ഷേ കേരളത്തിൽ പോലും ഒരു പ്രധാനപ്പെട്ട ഒരു SIAയോ CAയോ വന്നിട്ട് ഒരു നക്സലുകാരും കൊന്നിട്ടില്ല. ഏതെങ്കിലും പാവപ്പെട്ട എന്നെ റോട്ടിൽ കിടന്ന് വെടിവെച്ചാലും. അതുകൊണ്ട് കായംകുളം കൊച്ചുണ്ണിയായിട്ടൊന്നും ദയവായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തരുത്. 2, ഈ പറയുന്ന ഈ നക്സലിൻ്റെ, ഞാൻ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം, ഈ പറയുന്ന വിദ്യാർത്ഥി സമരങ്ങളിലെല്ലാം ആം ആദ്മി പാർട്ടിയുടെ അവിടുത്തെ IASകാരൻ തന്നെ അറസ്റ്റ് ചെയ്തത് ടെററിസ്റ്റ് ഒരു ഇൻക്ലൂഡ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാർത്ഥി സമരങ്ങളിലെല്ലാം ടെററിസ്റ്റ് ISI ആൾക്കാരും എല്ലാം ബന്ധപ്പെട്ടിരുന്നു, നക്സലൈറ്റ് ആൾക്കാർ ബന്ധപ്പെട്ടിരുന്നു, അവരുടെ ഫണ്ടിങ് ഉണ്ടായിരുന്നു എന്നുള്ള ധാരാളം വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം സമരങ്ങളെ കുറ്റം പറയുമ്പോൾ സമരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള നക്സൽ വിദേശ തീവ്രവാദ ബന്ധത്തെയാണ് കുറിച്ച് പറയുന്നത്. അല്ലാണ്ട് ദിമാംഗി നക്സൽസ് എന്ന് പറയുമ്പോൾ പാവപ്പെട്ട സാധാരണക്കാരനായ വിദ്യാർത്ഥികൾ, അവർക്ക് ഈ പറയുന്ന തെരുവുകളിൽ എതിർക്കാനും പ്രസംഗിക്കുവാനും എല്ലാം അവകാശവും BJP സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു സർക്കാരും ഇതുവരെ നൽകാത്തതുപോലെ അവിടെയൊന്നും അനുവാദം മേടിക്കാഞ്ഞിട്ട് പോലും ഡൽഹിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം നിരന്തരം സമരം ചെയ്യുവാനും മൈക്ക് ഉപയോഗിക്കുവാനും അവിടെ കാര്യമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുവാനും ഒരു പോലീസ് ഇൻഫർമേഷൻ പോലും ഇല്ലാതെ അവർ ചെയ്തപ്പോൾ BJP സർക്കാർ അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയോ അതിന് അനുവാദം കൊടുക്കുകയോ ചെയ്തു. അല്ലാണ്ട് ചൈനയിൽ അവിടുത്തെ ഈ പറയുന്ന ടിയാൻമെൻ സ്ക്വയറിൽ നടത്തിയ പോലെ വലിയ ടാങ്ക് കയറ്റി ആൾക്കാരെ തല്ലിക്കൊന്നില്ല എന്നതുകൂടി മനസ്സിലാക്കണം. അപ്പോൾ അതാണ് BJP ഭരിക്കുന്ന കാലഘട്ടത്തിലെ ഇതും അതുപോലെ തന്നെ ചൈനീസ് ഭരണ കാലഘട്ടത്തിൽ. പിന്നെ താങ്കൾ ചോദിച്ചു ഞങ്ങൾ ഏതെങ്കിലും സമരങ്ങളെ തല്ലി തകർന്നിട്ടുണ്ടോ എന്ന്. PSC സമരത്തെ ജാർഖണ്ഡിൽ നടന്ന എന്താണ് സാർ? ജാർഖണ്ഡിൽ എത്ര ക്രൂരമായിട്ടാണ് അവിടുത്തെ പോലീസുകാർ അവിടുത്തെ സാധാരണ പെൺകുട്ടികളെയെല്ലാം തല്ലി തകച്ചതും. അവിടെയൊന്നും വിദേശ പത്രങ്ങളെയോ അതല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയ സെലിബ്രിറ്റികളോ ഉണ്ടായിരുന്നില്ല. നിർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങളും അതിന് വേണ്ടത്ര വാർത്തകൾ നൽകിയില്ല. നമ്മളെല്ലാം അറിഞ്ഞത് മറ്റു പല ചാനലുകൂടെയും സോഷ്യൽ മീഡിയയിലൂടെയാണ്. അതുകൊണ്ട് സമരങ്ങൾ നിരന്തരം CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും പിന്തുണയുള്ള സംസ്ഥാനങ്ങളിൽ തല്ലി ചമയ്ക്കുന്നു. ഇവിടെ അത് സാധിക്കാത്ത കാരണം PSC സമരങ്ങളെ നിങ്ങൾ നിഷ്ക്രിയമാക്കുവാൻ ശ്രമിക്കുന്നു, അവരെ വായ കെട്ടിക്കടിച്ചുകൊണ്ടെന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്.
അടുത്തത് വിചിത്രമായ കാര്യം, സാധാരണഗതിയിൽ ഈ പറയുന്ന വിനോദ് സെൻ കുറച്ചുകൂടി സെൻസിബിളായും ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് കുറച്ചും കൂടി നന്നായിട്ട് പറയാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ കോൺഗ്രസ് ആണ് ഇതെന്ന് വിനോദ് സെൻ തെറ്റിദ്ധരിച്ച് വശമായിട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട വിനോദ് സെൻ, ഞാൻ ആ കഥ പറയാം. ആദ്യം എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഫൗണ്ടർ താങ്കൾ പറയുന്നത് പോലെ 1985 തുടങ്ങിയ വലിയ ഇൻ്റർനാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടറുടെ ഫോട്ടോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഫൗണ്ടറിൻ്റെ ഫോട്ടോ സ്വന്തം പാർട്ടി ഓഫീസിൽ വെക്കില്ലേ? ഞങ്ങളുടെയൊക്കെ BJPയുടെ സ്ഥാപകൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ജനസംഘ സ്ഥാപകത്തിൻ്റെ ഫോട്ടോ, BJPയുടെ സ്ഥാപകൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ സംഘ സ്ഥാപകൻ്റെ ഫോട്ടോ എല്ലാം ഞങ്ങളുടെ വെക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് ചെയ്യാത്തത്? എ ഹ്യൂം എന്ന് പറയുന്ന ഒരാളാണല്ലോ ഇത് സ്ഥാപിച്ചത്. ഇനി ഇപ്പോൾ അതും ചരിത്രത്തിൽ നിങ്ങൾ BJP സർക്കാർ എഴുതി വെച്ചാന്ന് പറയുമോ? ഞാനൊക്കെ പഠിക്കുമ്പോൾ BJP സർക്കാർ വരുന്നതിന് മുമ്പേ കോൺഗ്രസ് സ്ഥാപിച്ചത് എ ഹ്യൂമാണ്, എന്തോ ഒക്ടോവിയൻ ഹ്യൂമെന്നോ എന്തോ പറഞ്ഞൊരു ബ്രിട്ടീഷുകാരൻ. എന്തുകൊണ്ടാണ് അയാളുടെ ഫോട്ടോ വയ്ക്കാത്തത്? അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ഈ സ്ഥാപിക്കപ്പെട്ടത് മറ്റെന്തോ ആയിരുന്നുവെന്നും. അത് പോട്ടെ, ഇനി ആ ചരിത്രം പോട്ടെ. നിങ്ങൾ ഞാൻ ഫോട്ടോയൊന്നും വെക്കാൻ വിനോദ് സെൻ ചോദിച്ചിട്ട് വിനോദ് സെന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇനി BJPയിലേക്ക് വരണ്ട. ഈ 1969 ഒരു കേസ് ഉണ്ടായിരുന്നു, അറിയാമോ? അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ ചിഹ്നം എന്തായിരുന്നു? കലപ്പ ഏന്തിയ കർഷകനും ഈ കാളയൊക്കെ ആയിരുന്നില്ലേ? ആ കർഷകനും കാളയും ചിഹ്നമൊക്കെ എവിടെ പോയി? എന്തുകൊണ്ടാണത് നിജലിംഗപ്പ അല്ലെങ്കിൽ മൊറാർജി ദേശായിക്ക് അടക്കമുള്ള കോൺഗ്രസ് ഓർഗനൈസേഷൻ എന്നായിരുന്നു അതിൻ്റെ പേര്, അവർക്കല്ലേ കിട്ടിയത്? അതുകൊണ്ടല്ലേ അത് പറഞ്ഞിട്ട് പശുവും കിടാവുമായത് ചിഹ്നം. അപ്പോൾ ഈ ചരിത്രമൊക്കെ ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതൊന്നും ഒറിജിനൽ കോൺഗ്രസ് അല്ല. ഇത് ആൾക്കാർ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമോനാണ് രാഹുൽ ഗാന്ധി എന്നും രാജീവ് ഗാന്ധി എന്നൊക്കെ വിശ്വസിക്കുന്നത് പോലെ ഇതൊരു ഒറിജിനൽ കോൺഗ്രസ് ആണെന്ന് നിങ്ങൾ കുറച്ചുപേർ വിശ്വസിച്ചു. ഒറിജിനൽ കോൺഗ്രസ് ഒക്കെ പണ്ടേ ചത്തുപോയി. ഇത് ഏതാണ്ട് പ്രേതമാണ്, ആരുടെയൊക്കെ കൂടെ കൂട്ടിണ്ടാക്കിയിട്ടൊരു സാധനമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ വേണമെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇത് നിങ്ങൾ വിശ്വസിക്കുന്ന കോൺഗ്രസ്സോ, നിങ്ങൾ കോൺഗ്രസിനെ സ്ഥാപിച്ചത് ഇതിനൊന്നും അല്ല. ഇതൊക്കെ കാലാകാലങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷേ നല്ല കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കോൺഗ്രസ് ആ കോൺഗ്രസ്സാന്ന് പറയരുത്. അത് നിയമപരമായും രാഷ്ട്രീയമായും നിങ്ങൾ പലകുറി തോറ്റിട്ടുണ്ട്. ഇത് ഒരു സംഘടനാ വിരുദ്ധമായി പുറത്താക്കപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ്സാണ്. അതൊരു കോൺഗ്രസ് ആയിരുന്നു, അതുപോലും അറിയില്ല എന്ന് പറയരുത്. പിന്നെ ഈ പറയുന്ന ദിമാങ്കി നക്സൽ എന്നുള്ള വിധി, എന്തിനാണ് അദ്ദേഹം ഇത്തരത്തിൽ ഞാൻ നക്സലാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയം ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ഇപ്പോൾ വിനോദ് സെൻ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ കോൺഗ്രസ് എന്ന് വിശ്വസിക്കുന്ന ഈ പാർട്ടി അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് അതിനോട് എതിർപ്പുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നക്സലായി പാറ്റകളായി വരും, ആം ആദ്മി പാർട്ടിയായിട്ട് വരും, മറ്റു പല രൂപത്തിലും വരുമ്പോൾ ഇനി നക്സലായി വന്നുകൊണ്ട് കുറച്ച് സ്വാധീനം കിട്ടാമോ എന്ന് വിചാരിക്കുകയാണ് ഈ വയസ്സുകാലത്ത് ചിദംബരം. ആയ കാലത്ത് നക്സലുകളെ ഒന്നും ചെയ്തില്ല. നക്സലൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇവരുടെ മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട് ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, എനിക്ക് തോന്നുന്നു 2003 ഓഗസ്റ്റ് 13 തോന്നുന്നു, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നക്സലിസമാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കുവാനായിട്ട് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ ചിദംബരം ശ്രമിച്ചിട്ടില്ല. പലകുറി അദ്ദേഹം ആഭ്യന്തരമന്ത്രി, ഫിനാൻസ് മിനിസ്റ്ററും പല മിനിസ്റ്ററും മാറിയാവും. അദ്ദേഹത്തിൻ്റെ ഏകപണി വിദേശത്ത് പാകിസ്ഥാന് പ്രിൻ്റ് ചെയ്യാനായിട്ട് ഇന്ത്യൻ കറൻസിയുടെ നോട്ട് പ്രസ്സിൽ നിന്ന് അടിച്ചുകൊണ്ട് മാറ്റി അവിടെ കൊണ്ടേ കൊടുക്കൽ മാത്രമായിരുന്നു എന്ന് ഇപ്പോൾ തെളിവ് സഹിതം പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചിദംബരം ഒരിക്കൽ പോലും ഇത്തരം നക്സലുകളെ അടിച്ചമർത്താൻ സ്വന്തം പ്രധാനമന്ത്രി പറഞ്ഞിട്ട് പോലും ശ്രമിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 182 ജില്ലകളിലായിരുന്നു BJP അധികാരത്തിൽ വന്നപ്പോൾ നക്സൽ ബാധിത പ്രദേശങ്ങളായോ നക്സൽ കൺട്രോൾഡ് ജില്ലകളായോ അറിയപ്പെട്ടിരുന്നത്. ഇന്ന് അത് മുഴുവൻ മാറിയിരിക്കുന്നു. അപ്പോഴാണ് പ്രശ്നം. അപ്പോൾ ജനങ്ങൾ നക്സലിസ്റ്റ് വിടുമ്പോൾ എന്തിനാണ് ഞാനാണ് നക്സലിസം, ചിദംബരം നക്സലാണെന്ന് ആരും പറഞ്ഞിട്ടില്ല, ഒരു BJP നേതാവും പറഞ്ഞിട്ടില്ല. പക്ഷേ ചാടിയെടുക്കുകയാണ് ഞാനാണ് നക്സൽ എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇത്തരം തീവ്രവാദ വിഷയങ്ങളിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ നക്സലുകളുടെ കാലഘട്ടത്തിൽ സംഭരിച്ചു വെച്ചിട്ടുള്ള വലിയ സമ്പത്ത് തൻ്റെ അക്കൗണ്ടിലേക്ക്, ഇദ്ദേഹം അങ്ങനെ പല അക്കൗണ്ടിലേക്കും വരുത്തിയിട്ടുണ്ടല്ലോ. ഇദ്ദേഹത്തിൻ്റെ മകന് ഇപ്പോഴുള്ള കേസ് എന്താ? വിനോദ് സെൻ ഒന്ന് ആലോചിച്ച് നോക്ക്. വിദേശത്തുള്ള ചൈനീസ് 262 പേർക്ക് വിസ ഒപ്പിച്ചു കൊടുത്തു തൻ്റെ അച്ഛൻ.
ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത് 263 പേർക്ക് വിസ ഒപ്പിച്ചു കൊടുക്കാനായിട്ട് 50 കോടി രൂപ മേടിച്ചു എന്നതാണ് കേസ്. ആ കേസിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി, ഡൽഹി ഹൈക്കോടതിയിൽ പോയി, CBI കോടതിയിൽ നിന്ന് വിധി വന്നപ്പോൾ അത് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയും അത് പറഞ്ഞു, ആ വിധി ഞങ്ങൾ തടയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിദേശത്തുള്ള ആൾക്കാരെ, ചൈനീസ് ചാരന്മാരെയോ തൊഴിലാളികളെന്ന പേരിൽ ഇന്ത്യയുടെ രഹസ്യം ചോർത്തുവാനായിട്ട് ആളെ എത്തിക്കുന്ന ഏർപ്പാടായിരുന്നു ചിദംബരത്തിൻ്റെ മകന് കാർത്തി ചിദംബരത്തിന്. ഇതൊക്കെ തെളിവുള്ള കാര്യങ്ങളല്ലേ, ജനങ്ങൾ അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ ചൈനയുടെ കൺട്രോളിലൂടെ ചൈന ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ എല്ലായിടത്തും നടന്നിട്ടുണ്ട്. ഇപ്പോൾ ക്യൂബയെ തകർക്കാനും അതുപോലെ തന്നെ ചെക്കോസ്ലോവാക്യയെ തകർക്കാനും റഷ്യയെ തകർക്കാനും വരെ ചൈന ഇത്തരത്തിലുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നിപ്പോൾ ധാരാളം തെരുവ് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ആംസായിട്ടും അതുപോലെ തന്നെ ബോംബായിട്ടും എല്ലാം പല കാലഘട്ടങ്ങളിൽ ബംഗാളിലും ജാർഖണ്ഡിലും ബീഹാറിലും എല്ലാം ചൈനീസ് വെപ്പൺസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് പാകിസ്ഥാനും തീവ്രവാദികൾ മാത്രമല്ല ഇവരും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ചൈനയ്ക്ക് ചില കണ്ണുകളുണ്ട്. അപ്പോൾ ഇത്തരം ചൈനീസ് ചാരന്മാരെ ഉപയോഗിച്ച് നക്സലിസം, മാവോയിസം എന്നുള്ള പേരിൽ നിരന്തരമായി ഇന്ത്യ തകർക്കാൻ ശ്രമിക്കുന്നു. അത് ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ പൂർണ്ണമായും പരാജയപ്പെട്ടപ്പോൾ, ഇപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടിരുന്നു, നക്സൽ ബാധിത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നക്സലൈറ്റുകളായിട്ടുള്ള സ്ത്രീകളടക്കം അവർ ആയുധം താഴെ വെച്ചുകൊണ്ട് ഇന്ന് അവർ റാമ്പിൽ വന്ന് മോഡലുകളായി വലിയ രീതിയിൽ ജനസമ്മതി നേടുന്നു, അവരെ മുഖ്യധാര ജീവിതത്തിലേക്ക് വരുന്നു, അവരെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ, പൂർണ്ണമായി നക്സലിസം പരാജയപ്പെട്ടപ്പോൾ, നക്സലിസത്തിൻ്റെ പേരിലെങ്കിലും ഈ പറയുന്ന തീവ്രവാദം, വിഘടനവാദം നടത്തുവാനുള്ള ശ്രമമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗൈതം ആദ്യം പറഞ്ഞത്, ഇവിടെ പാകിസ്ഥാന് വരെ പാകിസ്ഥാന് സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ട് വലിയ പോസ്റ്ററുകൾ ഇടുന്ന, അതിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കാത്ത കോൺഗ്രസ്സുകാരൻ, നമ്മളുടെ നാട്ടിലെ പാവപ്പെട്ട പെങ്ങന്മാരുടെ ഭർത്താക്കന്മാരെ വെടിവെച്ച് കൊന്നപ്പോൾ ഒരു തുള്ളി കണ്ണീരൊഴുക്കാത്ത, ആ വീട്ടിലേക്ക് ചെല്ലാത്ത കോൺഗ്രസ്സുകാരടക്കം ഇന്ന് ഈ പാകിസ്ഥാൻ്റെ പിന്തുണ, പാകിസ്ഥാൻ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുമ്പോൾ അതിൽ പിന്തുണ വയ്ക്കാനോ അയാളെ എതിർക്കുവാനോ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാനോ കാണിക്കാത്ത, ധൈര്യമില്ലാത്ത, അത്രയേറെ ഇന്ത്യ വിരുദ്ധത ഹൃദയത്തിലും തലയിലും ബുദ്ധിയിലും ശിരസിലും കയറിയിരിക്കുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ AO ഹ്യൂമിൻ്റെ കാലഘട്ടത്തിലെ പാർട്ടിയായി മാറിയിരിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യബോധത്തെ, ഈ രാജ്യത്തിൻ്റെ ഒരു ദേശീയ ബോധത്തെ എങ്ങനെയൊക്കെ തകർക്കാമെന്നാണ് നിങ്ങൾ നോക്കുന്നത്. അതിന് സോറോസിൻ്റെയും ചൈനയുടെയും പണം വാങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, രാഹുൽ ഗാന്ധി അടക്കം ചൈനീസ് എംബസിയിൽ നിന്ന് മേടിച്ച, പിന്നെ ബേബിയൊക്കെ അവിടുത്തെ സ്ഥിരം കിടക്കുകാരാണ്. AICC ഓഫീസും പൂട്ടും, ചൈനീസ് എംബസിയും ഓഫീസും ഒരേപോലെ നടന്ന് പൂട്ടിക്കുന്ന വെച്ചാൽ വൈകുന്നേരം രാവിലെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന ഒരു ജോലിയാണ് ഇവിടുത്തെ CPM-ഉം AICC-യും ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരിൽ നിന്ന് ജനങ്ങൾക്ക് ദേശീയബോധമൊന്നും പഠിക്കാനില്ല. ഇവരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നക്സലിൻ്റെ പുതിയ വക്താക്കൾ. അവരെ എങ്ങനെയാണോ പാവം തോക്കേന്ത്യ നക്സലുകളെ ഈ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്തത്, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത്, അതുപോലെ ഈ ദിമാങ്കി നക്സൽസിനെയും നമ്മൾ ഭാവിയിൽ ഇവരെ തിരിച്ചെടുക്കേണ്ടി വരും. ഇവരുടെ വശംവദരാകാതെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ആധുനിക മാധ്യമങ്ങളും പാർട്ടിയും ചെയ്യേണ്ടത്.